ഇന്ന് നമുക്ക് ഇഫ്താർ സ്പെഷ്യലായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ബ്രെഡ് പോക്കറ്റ് ഷവർമ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ബ്രെഡ് പോക്കറ്റ് ഷവർമ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാൻഡ്വിച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് എടുക്കുമ്പോൾ കുറച്ച് വലിപ്പമുള്ള ബ്രെഡ് എടുക്കുക. അതുപോലെ മധുരമുള്ള ബ്രെഡിനേക്കാളും സാൻഡ്വിച്ച് ബ്രെഡൊക്കെ ആയിരിക്കും ഈ ഒരു റെസിപ്പിക്ക് കൂടുതൽ നന്നായിട്ട് വരിക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലൊരു പാത്രം ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടില്ലേ, 2 ബ്രെഡ് സ്ലൈസ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് സീലായിട്ട് മാറും കേട്ടോ. അപ്പോൾ നമുക്കിതിനി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഈ കട്ട് ചെയ്ത ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് നമുക്ക് കളയേണ്ട. ബ്രെഡ് ക്രംസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ വശങ്ങൾ സീലായിട്ട് വരണം. അപ്പോൾ നിങ്ങൾ എങ്ങാനും കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് സീലായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ സമൂസ ഷീറ്റൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മൈദ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തയ്യാറാക്കില്ലേ, അതുപോലെ കുറച്ച് മൈദയിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ വശങ്ങളിൽ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഒട്ടിയിരുന്നോളൂ കേട്ടോ. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഈ ഒരു രീതിയിൽ എല്ലാം നമുക്ക് തയ്യാറാക്കി വെക്കാം. അതിനുശേഷം പിന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ബാക്കിയുള്ള ഭാഗം ഞാൻ മാറ്റി വയ്ക്കുകയാണ് ബ്രെഡ് ക്രംസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടില്ലേ, ഞാനെല്ലാം ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 5 എണ്ണമാണ് ഇങ്ങനെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഒരെണ്ണം ചെറുതും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ സ്ലൈസ് ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുത് തയ്യാറാക്കി എടുക്കാം. ഇനി ഞാനിവിടെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഞാനതിൻ്റെ വശങ്ങൾ വന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തു. അതിനുശേഷം ഒരു തവയിലിട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തു. അങ്ങനെയാണ് ഈ ബ്രെഡ് ക്രംസ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. പിന്നെ 2 മുട്ട എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. മുട്ട നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ബ്രെഡ് ക്രംസ് ഇതുപോലെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പുറത്ത് വെച്ചാലും കേടാവുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്തത് ഞാനൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ സീൽ ചെയ്ത് വെച്ച ഈ ഒരു ബ്രെഡ് സ്ലൈസസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ മുട്ടയുടെ മിക്സിൽ നമുക്ക് നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷമാണ് നമുക്കിത് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ എക്സസ് ആയിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സൊക്കെ ഒന്ന് മാറ്റുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കുക. എല്ലാവിടെയും നന്നായിട്ട് ബ്രെഡ് ക്രംസ് ആയിട്ട് തന്നെ വരണം. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം തന്നെയാണ് കോട്ട് ചെയ്ത് എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം കോട്ട് ചെയ്തെടുക്കുക. പക്ഷേ ഇത് നന്നായിട്ട് കോട്ടായിട്ട് വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈസി ആയിട്ട് കോട്ടായിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ മാറും നമ്മളിത് ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ എല്ലാം നമുക്ക് കോട്ട് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. അപ്പോൾ ബ്രെഡ് പോക്കറ്റ് ഷവർമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് നമ്മൾ കുബൂസൊന്നും തയ്യാറാക്കി എടുക്കുന്നില്ല. അപ്പോൾ അല്ലാതെ തന്നെയാണ് തയ്യാറാക്കുന്നത്. ബ്രെഡ് വെച്ചിട്ട് തയ്യാറാക്കുമ്പോൾ എളുപ്പമാണ്, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ഐറ്റം തന്നെയാണ്. കണ്ടില്ലേ, ഒരെണ്ണം ഇപ്പോൾ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 5 എണ്ണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 മുട്ട മതിയാവില്ല, 3 മുട്ടയൊക്കെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം എടുത്തിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഈ ഒരു രീതിയിൽ ഞാൻ ഇനിയിപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ അത്യാവശ്യം മുട്ടയിൽ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അബ്സോർബായിട്ട് തന്നെ വരും. അപ്പോൾ തന്നെ ആയിരിക്കും കറക്റ്റായിട്ട് കോട്ടായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് സീലായിട്ട് വരണം എന്നുള്ളത് നിർബന്ധമാണ്. നമ്മൾ മൈദ വെച്ച് ഒട്ടിക്കണമെന്നുണ്ടെങ്കിലും അല്ലാതെ നമ്മൾ പാത്രം വെച്ച് കട്ട് ചെയ്തെടുക്കണമെങ്കിലും ഇതിൻ്റെ വശങ്ങൾ സീലായിട്ട് വരണം. അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് തന്നെ അബ്സോർബായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്നാക്ക് നന്നായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കണ്ടില്ല, ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ എടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ബ്രെഡ് പോക്കറ്റ് ഷവർമ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് ക്രൗഡഡായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് തന്നെ ഇട്ടിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് തന്നെ വരിക. പ്രത്യേകിച്ച് ഇത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ അല്ല എന്നുണ്ടെങ്കിൽ ഓയിൽ അബ്സോർബ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം കുക്കായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് മാറണം, അത്രേ തന്നെ മതി. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായിട്ട് വരണം, അതുവരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം.
അതുപോലെ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉൾഭാഗത്തൊന്നും ഓയിലൊന്നും തീരെ കയറൊന്നുമില്ല. അങ്ങനെ തന്നെ ആകുമ്പോഴായിരിക്കും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുക. അപ്പോൾ ഒരുപാട് ബ്രൗൺ ഷെയ്ഡിലേക്ക് ആവാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അതിന് മുമ്പ് തന്നെ നമുക്കിത് കോരി മാറ്റിയെടുക്കണം. അപ്പോൾ എല്ലാം ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് ഫ്രൈ ആയിട്ട് വരാൻ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ബ്രെഡ് പോക്കറ്റ് ഷവർമയുടെ റെസിപ്പി തന്നെയാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ ഈസി ആയിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് ഇപ്പോൾ നോമ്പുതുറയുടെ സമയത്തോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ, പ്രത്യേകിച്ച് ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ്. ഷവർമയുടെ ആ ഒരു ടേസ്റ്റും കിട്ടും, എന്നാൽ എളുപ്പം തന്നെയാണ് തയ്യാറാക്കിയെടുക്കാനും. ഇതിപ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരിയതിന് ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കിച്ചൺ ഡിഷിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എക്സസ് ആയിട്ട് എന്തെങ്കിലും ഓയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനിയിപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം, അത് ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തന്നെയായിരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുക നമുക്ക്. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം എല്ലാം ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ ഫ്രൈ ആയിട്ട് വരണം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സെക്കൻഡ് ബാച്ചും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റിയതിന് ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഒരു ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഷവർമയുടെ സെയിം ഫില്ലിംഗ് തന്നെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കി എടുക്കണത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 250 ഗ്രാം അളവിൽ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ട് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, നാരങ്ങാനീര് അല്ലെങ്കിൽ വിനാഗിരി, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴായിരിക്കും കറക്റ്റ് ഫ്ലേവേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടുക. അതിനുശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ഷ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, കറക്റ്റായിട്ട് തന്നെ വരും. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കുക്കുംബർ മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർക്കുക. ഞാൻ പിന്നെ കുറച്ച് ക്യാബേജാണ് ഇട്ട് കൊടുക്കുന്നത്. ക്യാബേജും നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. എല്ലാ വെജിറ്റബിൾസും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. അപ്പോഴായിരിക്കും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ പറ്റുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം അളവിൽ ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. സവോള മുറിച്ചതിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് താല്പര്യമില്ലാത്ത വെജിറ്റബിൾസ് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം അളവിൽ തക്കാളി മുറിച്ചത്, പിന്നെ കുറച്ച് നാരങ്ങ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു പകുതി നാരങ്ങയുടെ നീരാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കുരുവൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം, ടേസ്റ്റിനനുസരിച്ച് തന്നെ. പിന്നെ ഇതിലേക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മയണൈസ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗാർലിക് മയണൈസാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഹോം മെയ്ഡ് ഗാർലിക് മയണൈസാണ്. ഞാൻ ഈ മയണൈസ് തയ്യാറാക്കുന്ന വീഡിയോ ഇതിന് മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എഗ്ഗ് ചേർത്തിട്ട് തയ്യാറാക്കാവുന്ന, അതായത് മുട്ടയുടെ വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന മയണൈസിൻ്റെ റെസിപ്പിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ എഗ്ലെസ് വെർഷൻ ഉണ്ട്. അതുപോലെ കാഷ്യൂനട്ട് ഉപയോഗിച്ചിട്ടുള്ള മയണൈസ് ഇതിനു മുമ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണണമെന്നുള്ളവർക്ക് കണ്ടു നോക്കാട്ടോ. അപ്പോൾ മയണൈസ് ആവശ്യത്തിന് തന്നെ ചേർത്ത് കൊടുക്കുക. 3-4 ടേബിൾ സ്പൂൺ, ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം അളവിൽ, അതായത് 4 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ മയണൈസ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. പക്ഷേ ഈ ഒരു മിക്സ് തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം മയണൈസ് ഉണ്ടെങ്കിൽ തന്നെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുള്ളൂ. അതുപോലെ ഇപ്പോൾ ഹോം മെയ്ഡ് മയണൈസാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് പുളിയൊക്കെ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ചെറിയ പുളി മുന്നിട്ട് നിൽക്കുന്ന ഒരു മയണൈസിൻ്റെ റെസിപ്പി തന്നെയാണ് എന്തെന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുത്തില്ലേ, അത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ പുളിക്കൊക്കെ അനുസരിച്ച്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മയണൈസ് പോരാന്നുണ്ടെങ്കിൽ കൂടുതൽ തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ടേസ്റ്റ് അത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ ചിക്കൻ്റെ അളവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കൂടുതൽ ചേർക്കാം. വെജിറ്റബിൾസ് കുറച്ചിട്ട് ചിക്കൻ കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ വെജിറ്റബിൾസും കൂടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് തന്നെ മാറും ഇതെന്ന് പറയുന്നത്. ഞാൻ 1 ടേബിൾ സ്പൂൺ മയണൈസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷവർമയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചിക്കൻ ഇതിൽ ഫ്രൈ ചെയ്തെടുത്തില്ലേ, അതിന് പകരം നിങ്ങൾക്ക് ചിക്കൻ കുക്ക് ചെയ്തിട്ടും ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് തന്നെ വരും. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ഈ ഒരു ബ്രെഡ് പോക്കറ്റ് ഷവർമ ഉണ്ടല്ലോ, ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നടുവിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അതായത് വലുതായിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ശരിക്കും പോക്കറ്റ് പോലെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉൾഭാഗം. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ്സ് എല്ലാം വെച്ച് കൊടുക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഉള്ളിൽ തീരെ എണ്ണ അബ്സോർബ് ചെയ്യുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല.
കറക്റ്റായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം പിന്നെ ഫില്ലിങ്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കുന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റം തന്നെയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാട്ടോ. അപ്പോൾ എല്ലാം ഞാനിനിയിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കട്ടെ. അതിനുശേഷം പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഫില്ല് ചെയ്തെടുത്ത് അപ്പം തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം വെച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നന്നായിട്ട് വരില്ല. ആ ഒരു ക്രിസ്പിനെസ് ഒക്കെ കുറച്ച് കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കുന്ന സമയത്ത് മാത്രം ഫില്ല് ചെയ്തെടുക്കുക, അതിന് ശേഷം കഴിക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ വലിയ സ്ലൈസ് ബ്രെഡ് ആകുമ്പോൾ കുറച്ചധികം തന്നെ നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. ചെറുതാകുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഫില്ല് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം തന്നെ തയ്യാറാക്കിയെടുക്കുക. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ് ഇതെന്ന് പറയണത്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാം ഞാനിനിയിപ്പോൾ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കട്ടെ കേട്ടോ. അതിന് ശേഷം കാണിക്കാം. ബ്രെഡും അതുപോലെ ചിക്കനും ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നത് തന്നെയുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫില്ലിംഗ് വേണമെന്നുണ്ടെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. ഒരു സാലഡ് എന്നുള്ള രൂപത്തിലൊക്കെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് മയണൈസൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ കണ്ടില്ലേ, എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. പ്രത്യേകിച്ച് ഈ ഒരു നോമ്പിൻ്റെ സമയത്തൊക്കെ തയ്യാറാക്കി നോക്കാൻ പറ്റിയ അടിപൊളി സ്നാക്ക് ഐറ്റം തന്നെയാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ തന്നെയല്ലേ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാൻ തോന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു അടിപൊളി